അസ്സലാമു അലൈക്കും. 2ാം ക്ലാസ്സിലെ ഫിഖിഹിൽ നിന്നും 6 പാഠങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് നമുക്കുള്ളത്. പാഠം 1. നല്ല മുസ്ലിമുകളാവുക. നാം ആരാകുന്നു? മുസ്ലിമുകൾ. അള്ളാഹു നമുക്ക് നൽകിയ പേരെന്താകുന്നു? മുസ്ലിമുകൾ. നാം ആരാവണം? നല്ല മുസ്ലിമുകളാവണം. അടുത്തത്, നല്ല മുസ്ലിമാവാൻ എന്തു വേണം? നല്ല മുസ്ലിമുകളാവാൻ ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം. 5. ഇസ്ലാം കാര്യങ്ങൾ എത്ര, ഏതെല്ലാം? ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. 1. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. 2. 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. 3. സകാത്ത് കൊടുക്കുക. 4. റമളാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. 5. ഹജ്ജ് ചെയ്യുക. അടുത്ത ചോദ്യം, ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം സഹിതം എഴുതുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെളിവാക്കി പറയുന്നു. പാഠം 2. നിസ്കാരം. 1-ാമത്തെ ചോദ്യം, അള്ളാഹു നമ്മെ പടച്ചു എന്തിനു വേണ്ടി? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. 2-ാമത്തേത്, ഇബാദത്തിൽ ഏറ്റവും പുണ്യമായത് ഏതാകുന്നു? ഇബാദത്തിൽ ഏറ്റവും പുണ്യമായത് നിസ്കാരമാകുന്നു. 3-ാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. 4-ാമത്തെ ചോദ്യം, അത് രക്ഷിതാക്കളുടെ കടമയാണ് ഏത്? 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണം. അത് രക്ഷിതാക്കളുടെ കടമയാണ്. ചോദ്യം 5. 5 നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതുക. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാഹ്, സുബ്ഹ്. പാഠം 3. നിസ്കരിക്കുന്നതിന് മുമ്പ്. 1. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? 5. 2-ാമത്തെ ചോദ്യം, പുരുഷൻ മറക്കണം എവിടെ? മുട്ടുപൊക്കിളിൻ്റെ ഇട മറക്കണം. 3-ാമത്തെ ചോദ്യം, സ്ത്രീയുടെ ഔറത്ത് ഏത്? മുഖവും 2 മുൻകൈയും അല്ലാത്തവ മറക്കണം. ചോദ്യം 4. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? 1. സമയം ആയെന്നറിയുക. 2. ഉളൂഹ് ചെയ്യുക. 3. നജസിൽ നിന്ന് ശുദ്ധിയാവുക. 4. ഔറത്ത് മറക്കുക. 5. കിബിലക്ക് മുന്നിടുക. ചോദ്യം 5. നജസുകൾക്ക് 5 ഉദാഹരണങ്ങൾ എഴുതുക. മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്. 6-ാമത്തെ ചോദ്യം, കഅബ എവിടെയാണ്? മക്കയിൽ. ചോദ്യം 7. നമ്മുടെ കിബില ഏതാണ്? മക്കയിലുള്ള കഅബയാണ് നമ്മുടെ കിബില. പാഠം 4. ഉളൂഹ് ചെയ്ത് പഠിക്കാം. ചോദ്യം 1. ഉളൂഹിൻ്റെ 2 നിയ്യത്തുകൾ. 1. ഉളൂഹിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. 2-ാമത്തേത്, ഉളൂഹ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന്. ഉളൂഹിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത് 2 മുൻകൈ കഴുകുമ്പോഴാണ്. മുഖം കഴുകുമ്പോൾ ഉളൂഹ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ചോദ്യം 2. ഉളൂഹിൽ ഒന്നിച്ചു 3 തവണ തടവേണ്ട അവയവം ഏത്? ചെവി രണ്ടുമാണ് ഒന്നിച്ചു 3 തവണ തടവേണ്ടത്. ഉളൂഹിൽ മുഖത്തിൻ്റെ അതിർത്തി. തലമുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് ഉളൂഹിൽ മുഖത്തിൻ്റെ അതിർത്തി. പാഠം 5. ശരിയായി ഉളൂഹ് ചെയ്തുവോ?
ഒന്നാമത്തെ ചോദ്യം, ഉളൂഹിൻ്റെ ഷർത്തുകൾ എത്ര? 5. അടുത്തത്, ഉളൂഹ് ചെയ്യാൻ സമയമാവണം ആർക്ക്? മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർക്ക് ഉളൂഹ് ചെയ്യാൻ സമയമാവണം. അടുത്തത്, വെള്ളം ചേരുന്നത് തടസ്സപ്പെടുത്തുന്നവ. മെഴുക്, പശ, ചുണ്ണാമ്പ്. 4. വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നവ. മഷി, ചായം. അഞ്ചാമത്തെ ചോദ്യം, ഉളൂഹിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? 1. ഉളൂഹ് ചെയ്യുന്ന വെള്ളം തുഹൂറായിരിക്കണം. 2. ഉളൂഹിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത്. മെഴുക്, പശ, ചുണ്ണാമ്പ് മുതലായവ. 3. വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി, ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത്. 4. കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം. 5. മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആവുകയും ആയെന്ന് അറിയുകയും ചെയ്ത ശേഷം ഉളൂഹ് ചെയ്യണം. പാഠം 6. ഉളൂഹ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. 1. ഉളൂഹ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം? മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയ് അല്ലാത്തവ പുറപ്പെടുക. 2. ബുദ്ധിയുടെ ബോധം നീങ്ങുക. ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ബോധം നീങ്ങാം. 3. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. 4. വലിയവരായ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. 2. ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങൾ. മത്ത്, ഭ്രാന്ത്, ബോധക്ഷയം. ചോദ്യം 3. ഗുഹ്യസ്ഥാനം എന്തുകൊണ്ട് തൊട്ടാലാണ് ഉളൂഹ് മുറിയുക? മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. 4. മാതാവിനെ തൊട്ടാൽ ഉളൂഹ് മുറിയുമോ? ഉളൂഹ് മുറിയുകയില്ല.